അങ്ങനെ ഉത്രാട പാച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് പുറത്തൊക്കെ ചുറ്റി വരാമെന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത്. ഞാനും ശ്രീ അന്നക്കുട്ടി അപ്പച്ചേട്ടനും അവരുടെ അച്ചായും കൂടിയാണ് ചുറ്റാൻ പോകുന്നത്. അമ്മയും അമ്മമ്മയും കൊണ്ടുവന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. നേരെ ഞങ്ങൾ ശംഖുമുഖത്തോട്ടാണ് പോയത്. കടലിങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് കടലിൽ പോയി ജസ്റ്റ് ആ തിരകളൊന്ന് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് ഒത്തിരി ശാന്തമാവും. നമുക്കൊരു ഫ്രഷ് ഫീലൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഈ അന്നക്കുട്ടി ഉറക്കമായിരുന്നു കാറിലിരുന്നിട്ട്. പിന്നെ ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പിണക്കമായി കേട്ടോ. അവൾക്ക് ശരിക്കും ഉറക്കം കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ അവൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ നേരം ഞങ്ങളിങ്ങനെ കടലൊക്കെ നോക്കി നിന്നു. 11:30 കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഉടൻ തിരിച്ചു കേട്ടോ. എവിടെ പോയാലും ഇങ്ങനെ ബായ് പറഞ്ഞിട്ട് വരുന്നത് അവളുടെ ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി സ്വീറ്റ് കോൺ കഴിക്കാൻ. അത് ശംഖുമുഖത്തോ വെട്ടോടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മസ്റ്റാണ്, ഞങ്ങൾക്ക് അതില്ലാതെ പറ്റത്തില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് ഏകദേശം ഒരു 12 കാലമൊക്കെ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ അത്രയേ ഉള്ളൂ.